ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ളോഗ്. എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ടോയ്ലറ്റ് ക്ലീനിങ് ടിപ്പുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സമയം ലാഭിക്കാനും ക്ലീനിങ് എളുപ്പമാക്കുന്നതിനും പറ്റിയിട്ടുള്ള ഒരു നല്ല കിടിലൻ ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്ലീനിങ് എളുപ്പമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോപ്പ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത സോപ്പ് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കല്ലുപ്പാണ്. 3 ടീസ്പൂണോളം കല്ലുപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നതിന് ഏത് തരം സോപ്പും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സ്മെല്ലുള്ള സോപ്പ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സോപ്പ് പൊടിയാണ്. നമ്മൾ ഏത് തരം സോപ്പ് പൊടിയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. 1.5 ടീസ്പൂൺ സോപ്പ് പൊടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സ്വല്പം വെള്ളമാണ്. അത് നമുക്ക് ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ടീസ്പൂൺ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സ് ആയിട്ടുണ്ടോ എന്നറിയാൻ കൈ വെച്ച് ഒന്ന് ഉരുളകളാക്കി എടുത്ത് നോക്കാം. ടീസ്പൂൺ വെച്ച് മിക്സ് ആക്കിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടില്ല. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഉരുളകളാക്കി നോക്കുമ്പോൾ ഉരുളകളായി കിട്ടുന്നില്ല. അപ്പം നമുക്ക് കൈ വെച്ച് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല രീതിക്ക് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. കൈ കൊണ്ട് നമ്മളൊന്ന് കുഴച്ചെടുത്തപ്പോൾ നല്ലവണ്ണം തന്നെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മാസ്കാണ്. അപ്പോൾ മാസ്കിൻ്റെ ഒരു വശം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. മാസ്കിൻ്റെ ഈ വശത്ത് കാണുന്ന ഈ ഒരു ബലത്തിനായി കൊടുക്കുന്ന ഇത് നമുക്കൊന്ന് നീക്കം ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ച മാസ്കിൻ്റെ ആ വള്ളി നമുക്ക് ആവശ്യമുള്ളതാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഓരോ ബോളുകൾ എടുത്ത് മാസ്കിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വള്ളി കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രഷ് ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ടാങ്കിൽ ഇടുന്ന രീതി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ഫ്രഷ് ടാങ്കിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രഷ് ടാങ്കും ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ ടോയ്ലറ്റും ക്ലീനായി കിട്ടും. നമുക്ക് ടോയ്ലറ്റ് എപ്പോഴും ഉരച്ച് കഴുകി ക്ലീനാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ടും സുഗന്ധത്തോടും കൂടിയിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.